ലണ്ടനിൽ നിന്ന് കൊൽക്കട്ടയിലേക്ക് ബസ് യാത്ര കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തതാണ് അല്ലേ? 1950കളിലും 60കളിലും ഇതുപോലൊരു അത്ഭുതകരമായ ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതാണ് സത്യം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ യാത്രകളിലൊന്നായ ഈ സർവീസിന്റെ കഥയല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സർവീസ് നിർത്തലാക്കി? ബ്രിട്ടനിലെ ആൽബർട്ട് ടൂർസ് ആൻഡ് ട്രാവൽസ് പോലുള്ള കമ്പനികൾ യൂറോപ്പിൽ നിന്ന് മധ്യപൂർവേഷ്യ വഴിയും ഇന്ത്യയിലേക്കും നീണ്ട ദൂര യാത്രകൾ നടത്തിയിരുന്നു. കൊൽക്കട്ടയിൽ നിന്ന് ലണ്ടനിലേക്കോ ലണ്ടനിൽ നിന്ന് കൊൽക്കട്ടയിലേക്കോ പോകുന്ന ഈ ബസ് സർവീസ് ഹിപ്പി ട്രയൽ എന്ന പേരുമുണ്ടായിരുന്നു. യാത്രക്കാർക്ക് യൂറോപ്പിന്റെ നഗരങ്ങളും ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴിയുള്ള സാഹസിക യാത്രയും ഒടുവിൽ ഇന്ത്യയിലെ കൊൽക്കട്ടയിലെത്തുന്ന അനുഭവമൊക്കെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളായിരുന്നു. ലണ്ടൻ മുതൽ കൊൽക്കത്ത വരെ നടന്നിരുന്ന അത്ഭുതകരമായ ബസ് സർവീസ് ഒടുവിൽ എങ്ങനെ അവസാനിച്ചു? 1970കളിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധാവസ്ഥയിലായി. ഇറാൻ വിപ്ലവം കൂടി ചേർന്നപ്പോൾ ആ പ്രദേശങ്ങൾ വഴിയാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലാതെയായി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കി. മരുഭൂമിയിലൂടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ പോകുന്ന യാത്ര ഭീകരാക്രമണങ്ങളും കവർച്ചകളും ഉണ്ടായേക്കാമെന്ന ഭയം യാത്രക്കാരുടെ ആകുലതകളിൽ നിറഞ്ഞു നിന്നു. ഇതിലെല്ലാത്തിലും ഉപരിയായി വിമാന സർവീസുകളുടെ വളർച്ച. 1970കളോടെ വിമാനങ്ങൾ കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ ലഭ്യമായി. 45 ദിവസത്തെ ബസ് യാത്രയ്ക്ക് പകരം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വിമാനത്തിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നു. വളരെയധികം പ്രാധാന്യപ്പെട്ട വേറൊരു കാരണം ആ കമ്പനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം. ഈ ഒരു യാത്ര വളരെ ചെലവേറിയതിനാൽ അതിൽ വരുന്ന യാത്രക്കാർ വളരെ കുറവായതിനാലും കമ്പനി നഷ്ടത്തിലായി. തുടർന്നും സർവീസ് നടത്താൻ അവർക്കായില്ല. ഇങ്ങനെ ഒരു കാലത്ത് ആയിരങ്ങൾക്ക് സാഹസിക സ്വപ്നമായിരുന്ന ലണ്ടൻ കൊൽക്കട്ട ബസ് സർവീസ് 1970കളോടെ ചരിത്രത്തിന്റെ ഭാഗമായി. എന്നാൽ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരുടെ സാഹസിക മനസ്സും യാത്രാ സ്വപ്നങ്ങൾക്കും ഒരിക്കലും പരിധിയില്ല എന്ന സത്യമാണ്.